നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇത്തവണ ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ തകർപ്പൻ ഓഫർ ഓണം സ്വർണ്ണോത്സവം 2024 ആമിയ ഗോൾഡിൽ തുടക്കമായി. ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ ബമ്പർ സമ്മാനം 100 പവൻ സ്വർണം, ഒന്നാം സമ്മാനം 25 പവൻ, രണ്ടാം സമ്മാനം 10 പവൻ, മൂന്നാം സമ്മാനം 5 പവൻ. കൂടാതെ 1 ഗ്രാം സ്വർണം വീതം 1100 പേർക്ക്, 100 ഗ്രാം വെള്ളി വീതം 100 പേർക്ക്. ഓരോ പർച്ചേസിലും കൂപ്പൺ ചോദിച്ചു വാങ്ങാൻ മറക്കരുതേ. ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ. വാർത്തകൾ വിശദമായി. RSS, കേരള പോലീസ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നിവയുടെ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ദിനേന പുറത്തുവരുന്നതെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഷംസീർ ഇബ്രാഹിം. ADGP അജിത് കുമാർ RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസംബോലെയുമായി നടത്തിയ കൂടിക്കാഴ്ച മുഖ്യമന്ത്രിക്ക് വേണ്ടി CPM അറിവോടുകൂടിയാണെന്ന് വ്യക്തമായിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ SP ആയിരുന്ന സമയത്ത് സുജിത് ദാസും RSS അജണ്ടകളാണ് നടപ്പിലാക്കിയതെന്നും അദ്ദേഹം മലപ്പുറത്ത് വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി നടത്തിയ SP ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. സുജിത് ദാസിന്റെ കൊലപാതകമടക്കമുള്ള ക്രിമിനൽ കേസുകളിലെ പങ്കാളിത്തം, സ്വർണ്ണക്കടത്ത് മാഫിയ സംഘങ്ങളുമായുള്ള ബന്ധം, അനധികൃത സ്വത്ത് സമ്പാദനം എന്നിവ സമഗ്ര ജുഡീഷ്യൽ അന്വേഷണത്തിന് വിധേയമാക്കണം. മലപ്പുറം ജില്ലയിൽ പോലീസ് മേധാവിയായിരുന്ന കാലത്ത് സുജിത് ദാസ് ചാർജ് ചെയ്ത മുഴുവൻ കേസുകളും പുനരന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരളത്തിലെ പോലീസിൽ ക്രിമിനലുകളില്ല. നിങ്ങൾ കേരളത്തിലെ പോലീസിനെതിരെ സംസാരിച്ചാൽ അത് പോലീസിന്റെ ആത്മവീര്യം തകർക്കുമെന്ന രീതിയിലുള്ള നരേഷനുകൾ പലപ്പോഴും ഭരണപക്ഷത്തുള്ള ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ അടക്കം ഇവിടെ പലപ്പോഴായി പറഞ്ഞിരുന്നതായി നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഇപ്പൊ ആരാണ് ഇത് പുറത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ പുറത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെൽഫെയർ പാർട്ടിയുടെ ഏതെങ്കിലും നേതാക്കളല്ല. ഇപ്പൊ പുറത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിയമസഭയിലെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളല്ല. ഇപ്പൊ പുറത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭരണകക്ഷിയിൽ തന്നെയുള്ള ഉത്തരവാദപ്പെട്ട ഒരു MLA ആണ്. അപ്പൊ എന്താണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ സ്ഥിതി എന്ന് പ്രിയമുള്ളവരെ നമുക്കിത് ആലോചിച്ചാൽ ബോധ്യപ്പെടുന്ന ഒരു സംഗതിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ ലോക്സഭാ ഇലക്ഷൻ നടക്കുന്നത് വരെയുള്ള കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകൾ എന്തായിരുന്നു? മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ, ആ വീണ വിജയന്റെ പേരിൽ ഒരു കേസ്, ആ കേസ് കേന്ദ്ര ഏജൻസി ഏറ്റെടുക്കുന്നു, എക്സാലോജിക് കേസ്. അതിൽ SFIOയുടെ എന്ന് വെച്ചാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, അത്തരം ഗുരുതരമായ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കുന്ന ഒരു ഏജൻസിയാണത്, സർക്കാരിന്റെ തന്നെ, കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള. ആ SFIO അന്വേഷണം ഏറ്റെടുക്കുന്നു, അത് അന്വേഷിക്കുന്നു. അതേപോലെ തന്നെ തൃശൂർ ജില്ലയിലെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ്. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് നാസർ കീഴ്പറമ്പ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി KV സഫീർ ഷാ, FITU ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ കുനിയിൽ, ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് ജംഷിൽ അബൂബക്കർ, വുമൺ ജസ്റ്റിസ് ജില്ലാ പ്രസിഡന്റ് റജീന വളാഞ്ചേരി, പ്രവാസി വെൽഫെയർ ഫോറം ജില്ലാ ജനറൽ സെക്രട്ടറി സെയ്ദാലി താനൂർ, വെൽഫെയർ പാർട്ടി ജില്ലാ ട്രഷറർ മുനീബ് കാരക്കുന്ന് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സുഭദ്ര വണ്ടൂർ, നസീറ ബാനു, ആരിഫ് ചുണ്ടയിൽ, നൌഷാദ് ചുള്ളിയൻ, ബിന്ദു പരമേശ്വരൻ, അഷ്റഫ് അലി കട്ടുപ്പാറ, VKS തങ്ങൾ, ഫാറൂഖ് KP, അഥീഖ് ശാന്തപുരം, സാക്കിർ മോങ്ങം, ഹമീദ് മാസ്റ്റർ വേങ്ങര, ഹസീബ് വഹാബ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സമരക്കാർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. KV സഫീർ ഷാ, മുനീബ് കാരക്കുന്ന്, ആരിഫ് ചുണ്ടയിൽ, നസീറ ബാനു, സെയ്ദാലി വലമ്പൂർ, ഷാക്കിർ മോങ്ങം, മെഹബൂബ് പൂക്കോട്ടൂർ എന്നിവർക്കെതിരെ കേസെടുത്തു. ന്യൂസ് ഡെസ്ക്, മലപ്പുറം.